ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് കൂടുതൽ ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്കാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 ബി ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത കാലത്തായി അനിയന്ത്രിതമായി പടരുന്ന ലഹരി മാഫിയ പ്രായലിംഗ ഭേദമില്ലാതെ സമൂഹത്തെ നശിപ്പിക്കുന്നു. സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരല്ലാതാക്കുന്നു. ഇതിനെതിരെ പോലീസും എക്സൈസും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനല്ലാതാക്കുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല. അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത്. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ പ്രാഥമിക ചുമതലയെങ്കിലും ജനങ്ങൾ രക്ഷകരായാണ് പോലീസിനെ കാണുന്നതെന്നും അതനുസരിച്ചുള്ള ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ സേനാംഗങ്ങൾക്ക് ആകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 ബി ബാച്ചിലെ 118 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളാണ് പാസിംഗ് ഔട്ട് ചടങ്ങിലൂടെ കർമ്മപഥത്തിലേക്ക് എത്തിയത്. ബിബിൻ ജോൺ ബാബുജി നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് വർഷ മധുവായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി TS റുതിയും മികച്ച ഔട്ട്ഡോർ കേഡറ്റായി വർഷ മധുവും തെരഞ്ഞെടുക്കപ്പെട്ടു. മിജോ ജോസായിരുന്നു മികച്ച ഷൂട്ടർ. ബിബിൻ ജോൺ ബാബുജിയായിരുന്നു ഓൾറൗണ്ടർ. തൃശൂർ MLA P ബാലചന്ദ്രൻ, മേയർ MK വർഗീസ്, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദൽവെ സാഹിബ്, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ IG K സേതുരാമൻ, ജനപ്രതിനിധികൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ ടൈം, തൃശൂർ.